റബ്ബർ കർഷകരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. റബ്ബർ കർഷകർക്കായി സംഘടിപ്പിച്ച സെമിനാർ കരുണാപുരം സെന്റ് ജൂഡ് പാരിഷ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. ടയർ ലോബികളുമായി ഒത്തുകളിച്ച് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഭരണകൂട ശക്തികളാണെന്ന് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. സാധാരണ കർഷകരുടെ റബ്ബർ ഏറ്റെടുത്ത് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് പകരം നഷ്ടം സഹിച്ചും റബ്ബർ ഇറക്കുമതി ചെയ്ത് കർഷകരുടെ സ്വപ്നങ്ങൾ തകർക്കുന്നത് സർക്കാരിന്റെ ഉന്നതതലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. വൻകിട ലോബികളുടെ 14 ലക്ഷം കോടി എഴുതിത്തള്ളാൻ തയ്യാറായ കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് വേണ്ടി 2000 കോടി നീക്കിവെച്ചാൽ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. കർഷകർ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ട് 250 വരെയും വില ഉയർന്ന റബ്ബർ ഇതാ കുത്തനെ ഇടിഞ്ഞ് 180-ലും താഴേക്ക് വില പോയിരിക്കുന്ന സാഹചര്യത്തിലാണ്. പത്രത്തിൽ മാത്രമേ 180 വിലയുള്ളൂ എന്നും കൊടുത്താൽ എത്ര കിട്ടുമെന്നും കർഷകരായ നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. പ്രിയപ്പെട്ട റബ്ബർ കർഷകരെ, നമ്മളെ ഈ ഗതികേടിലെത്തിക്കാൻ ഇവിടുത്തെ ടയർ ലോബികളുമായി ഒത്തുകളിച്ചത് ഇവിടുത്തെ ഭരണകൂടത്തിലെ ശക്തികളാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇവിടെ സാധാരണക്കാരൻ്റെ റബ്ബർ എടുത്ത് ഇവിടുത്തെ സംലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് പകരം നഷ്ടം സഹിച്ചും റബ്ബർ ഇറക്കുമതി ചെയ്യാൻ, അതുവഴി ഇവിടുത്തെ കർഷകന്റെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്താൻ കൂട്ടുനിന്നത് സർക്കാരിൻ്റെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥ ലോബികളാണ്. 5000-6000 കോടി രൂപ ലാഭമുള്ള ടയർ ലോബികളോടൊപ്പം മത്സരിക്കാൻ കഴിയാത്ത കർഷകന്റെ അവകാശങ്ങളെ നിഷ്കരുണം ചവിട്ടിമെതിക്കുന്നത് കണ്ടിട്ട് വളരെ നിസ്സംഗതയോടെ നിൽക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ കർഷകർക്കുള്ള പ്രതീക്ഷ അസ്തമിച്ചു എന്ന് പറയാതെ നിവൃത്തിയില്ല. റബ്ബർ കർഷകർ അവരുടെ റബ്ബർ തോട്ടത്തിലെ തൊഴിൽ, അത് ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള റബ്ബർ തൊഴിലുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വർഷം 100 തൊഴിലുറപ്പ് ദിനങ്ങൾ റബ്ബർ കർഷകൻ ഉറപ്പുവരുത്തി അവന് അതിൻ്റെ വേതനം നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായും റബ്ബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും പരിഹാരമാകും എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് സബ്സിഡി തുക 300 രൂപയായി വർദ്ധിപ്പിക്കുകയും ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. വായാട്ടുപറമ്പ് ഫൊറോന വികാരി റവറൽ ഡോക്ടർ തോമസ് തെങ്ങുംപള്ളിയിൽ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ റവറൽ ഡോക്ടർ ഫിലിപ്പ് കവയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ദീപിക കണ്ണൂർ യൂണിറ്റ് റെസിഡന്റ് മാനേജർ ഫാദർ ജോബിൻ വലിയപറമ്പിൽ ആമുഖ പ്രഭാഷണവും നടത്തി. സീറോ മലബാർ സഭ വക്താവും തിരുവമ്പാടി അൽഫോൺസ കോളേജ് പ്രിൻസിപ്പലുമായ ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ ക്ലാസ് നയിച്ചു. ഇൻഫാം ജില്ലാ പ്രസിഡന്റ് സക്രിയാം നെല്ലങ്കുഴി, AKCC അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വലിയത്ത്, ജെയ്സൺ അട്ടാറിമാക്കൽ, ഫാദർ ജോയി മാടിയത്യമാലിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വായാട്ടുപറമ്പ്, ആലക്കോട്, മേരിഗിരി, ചെമ്പന്തൊട്ടി ഫൊറോനകളുടെയും കത്തോലിക്ക കോൺഗ്രസ്, ഇൻഫാം, RPS തുടങ്ങിയ സംഘടനകളുടെയും സഹകരണത്തോടെയായിരുന്നു സെമിനാർ നടന്നത്. ഷിക്കാന ന്യൂസ്, കണ്ണൂർ.